പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾക്കും ഡോക്ടറാകാം, നിങ്ങളുടെ ഡോക്ടർ. എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് കുറച്ച് നീണ്ട കാര്യങ്ങളാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഇതിലുണ്ടാകും. മുറിഞ്ഞു നിങ്ങൾ കേട്ടതെല്ലാം ഒന്ന് കൂട്ടി വെച്ച് കേൾക്കണം. രോഗങ്ങളില്ലാതെ ജീവിക്കാനുള്ള സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ്. അതിനുള്ള സമയം നിങ്ങൾക്കില്ല എങ്കിൽ ICUകളിലും വെന്റിലേറ്ററുകളിലും കയറി തണുത്തു മരവിച്ച് കിടക്കേണ്ടതായി വരും. രോഗങ്ങളുടെ പേരിൽ ചിലവാക്കുന്ന പണവും സമയവും പാഴാക്കുന്ന ആരോഗ്യവും സംരക്ഷിക്കാൻ നിങ്ങളിതൊന്ന് വിശദമായി കേൾക്കണം, ചിന്തിക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇന്നത്തെ പ്രഭാഷണത്തിലേക്ക് പ്രത്യേകമായ സ്വാഗതം. നേച്ചർ ലൈഫിൻ്റെ 25-ാം വർഷം പ്രമാണിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഭാഗം സമ്മാനിക്കുന്നത്. പുതിയ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന് ഉത്തരവാദികളായ പുതിയ അണുക്കളെ, ബാക്ടീരിയകളെ, വൈറസിനെ, ഫംഗിയെ ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പറ്റിയ പുതിയ മരുന്നുകളും വാക്സിനുകളും പുതിയ തരത്തിലുള്ള നിരവധി ചികിത്സാ രീതികളും നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് ആധുനിക വൈദ്യശാസ്ത്രമെന്ന നെറ്റിപ്പട്ടം സ്വയമെടുത്തണിഞ്ഞിട്ടുള്ള അലോപ്പതി. അലോപ്പതിയെ കൈവിടാനാവില്ല, അതില്ലാതെ മനുഷ്യവംശത്തിന് ജീവിക്കാനാവില്ല, മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള ഒരു ധാരണ ഉറച്ചു കിടക്കുന്നത് ഈ കാരണം കൊണ്ടാണ്. അനേക യന്ത്രങ്ങളും അനേക തരത്തിലുള്ള മരുന്നുകളും ലാബുകളും എല്ലാം കൂടെ ചേർന്ന് വളരെ കാര്യമായതെന്തോ നടക്കുന്നു. ഒരു റോഡപകടം വന്നാൽ, അതേപോലുള്ള അത്യാഹിത സമയങ്ങളിൽ വമ്പിച്ച പുരോഗമനമാണ് ആ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. അവയൊന്നുമില്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല എന്നുള്ള തോന്നൽ ഒരിടത്ത്. ഇപ്പുറത്ത് പുതുതായി വരുന്ന രോഗങ്ങളിൽ നിന്ന് മനുഷ്യരാശിയെ രക്ഷിക്കാൻ മരുന്നുകളും വാക്സിനുകളും എല്ലാം ഉണ്ടാക്കാനുള്ള കഴിവും വേറെ ഏത് ചികിത്സാ വിഭാഗത്തിനാണുള്ളത്? അതുകൊണ്ട് അലോപ്പതിയിൽ നിരവധി തരത്തിലുള്ള അപകടങ്ങളുണ്ട്, കച്ചവട കുതന്ത്രങ്ങളുണ്ട്, കെണികളുണ്ട് എന്നെല്ലാം അറിയുമ്പോഴും അതിനെ അങ്ങ് ഉപേക്ഷിക്കാൻ പ്രയാസമാണ്. ആ ചിന്ത പോലും പലർക്കും സഹിക്കാൻ പ്രയാസമാണ്. അലോപ്പതിയെ വിമർശിക്കുന്നത് കേട്ടാൽ ചില ആളുകൾ ഉറഞ്ഞു തുള്ളും. ശാസ്ത്രവിശ്വാസത്തിൻ്റെ പേരിൽ, അതേപോലെ തന്നെ മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ആധിയുടെ പേരിലൊക്കെയാണ് പലർക്കും ഈ ഉറഞ്ഞുതുള്ളൽ സംഭവിക്കുക. എന്താണ് ശരി? ലോകത്ത് മനുഷ്യന് നന്മ ചെയ്യുന്ന എല്ലാം തന്നെ നാം വാരിപ്പുണരണം, അതിലൊരു സംശയവും നമുക്കില്ല. അപ്പോൾ എവിടെയാണ് യഥാർത്ഥത്തിൽ അലോപ്പതിയുടെ സ്ഥാനം? എവിടെയാണ് ആയുർവേദത്തിൻ്റെയും യുനാനിയുടെയും ചികിത്സകളുടെ എല്ലാം സ്ഥാനം? മരുന്ന് കൊണ്ടുള്ള ചികിത്സകളുടെ സ്ഥാനം എവിടെയാണ്? മരുന്നില്ലാത്ത ചികിത്സകളായിട്ടുള്ള അക്യുപ്രഷർ, അക്യുപഞ്ചർ, കൈറോപ്രാക്ടീസ്, പ്രാണിക് ഹീലിംഗ്, റെയ്ക്കി പോലുള്ള ചികിത്സകളുടെ സ്ഥാനം. അങ്ങനെയൊന്നുമല്ലാത്ത ജീവിത രീതി ശരിയാക്കുന്ന പ്രകൃതി ജീവനത്തിൻ്റെ, പ്രകൃതി രീതിയുടെ സ്ഥാനം എവിടെയാണ്? ഒരു ചികിത്സയ്ക്കും പോവാതെ മനുഷ്യർക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ സാധിക്കുമോ? ഒരു രോഗങ്ങളും വരാതെ ജീവിക്കാൻ സാധിക്കുമോ? വളരെ കുറച്ചാളുകളാണ് സാധിക്കും എന്ന് പറയുന്നത്. അഥവാ ഏതെങ്കിലും ഒരു രോഗം പിടിപെട്ടാൽ അത് അവനവന് തന്നെ സ്വയം ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ സാധിക്കുമോ?
സാധിക്കുമെന്ന് പറയുന്നത് വളരെ വളരെ കുറച്ചാളുകളാണ്. സാധിക്കില്ല എന്ന് കരുതുന്നവരും സാധിക്കുമെന്ന് പറയുന്നവരെ നിശിതമായി വിമർശിക്കുന്നവരുമൊക്കെയാണ് മറുഭാഗത്തുള്ളത്. രോഗങ്ങളെ സ്വയം മാറ്റുന്ന പരിശ്രമങ്ങൾ ക്രിമിനൽ കുറ്റമാക്കണമെന്നും വരാൻ പോകുന്ന കേരള പബ്ലിക് ഹെൽത്തിൻ്റെ നിയമപ്രകാരം അത് കുറ്റകൃത്യം തന്നെയാണെന്നും ഒക്കെ വരുന്നുണ്ട്. എന്താണ് ശരി? എത്രത്തോളമാണ് നമുക്ക് ഓരോ ചികിത്സാ രീതിയെയും സമീപിക്കാൻ ആവശ്യകത വരുന്നത്? അതല്ലാതെ എങ്ങനെയാണ്? ഈ ഒരു ചോദ്യങ്ങളുടെ സംശയത്തിൻ്റെ മുന്നിൽ പിന്നോട്ട് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ലോകത്താദ്യത്തെ മനുഷ്യനുണ്ടായിട്ട് 10,000-കണക്കിന് വർഷങ്ങളായിട്ടുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയോ ഡോക്ടർമാരോ ആശുപത്രികളോ മരുന്ന് കടകളോ ലാബുകളോ ഒന്നുമില്ലാതിരുന്ന അനേക നൂറ്റാണ്ടുകൾ. പിന്നീട് അമ്മൂമ്മമാരും അമ്മമാരും പരിസരങ്ങളിലുള്ള ചെടികളെയും കായ്കനികളെയുമെല്ലാം തിരിച്ചറിഞ്ഞ് ആഹാരത്തിന് കൊള്ളാവുന്നത്, ആഹാരത്തിന് കൊള്ളരുതാത്തത്, ആരോഗ്യം തകർക്കുന്നത്, ആരോഗ്യം നന്നാക്കുന്നത്, കുഴപ്പമൊന്നും ചെയ്യാത്തത്, വലിയ ഗുണമില്ലാത്തത്, അങ്ങനെയൊക്കെ പതുക്കെ കണ്ടുപിടിച്ച് നൂറ്റാണ്ടുകളിലൂടെ അമ്മമാരുടെ അമ്മൂമ്മമാരുടെ തിരിച്ചറിവുകൾ നിരവധി തരങ്ങളിലുള്ള രുചികളായി പലതരം രുചിക്കൂട്ടുകളെ കൂട്ടിച്ചേർത്ത് പുതിയ രുചികൾ അവരുണ്ടാക്കി പാചകങ്ങളിലേക്ക് നീങ്ങി. അഗ്നിയുടെ കണ്ടുപിടുത്തമെല്ലാം വന്നതിന് ശേഷമാണ് പാചകം മനുഷ്യരാശി തുടങ്ങുന്നതും പാചക കല വളർന്ന് വികസിക്കുന്നതും. അതുവരെ പറിച്ചു തിന്നാവുന്നതും പെറുക്കി തിന്നാവുന്നതും മാത്രം തിന്ന് ജീവിച്ച കാലഘട്ടങ്ങളാണ് ആദ്യത്തേത്. കല്ലിനെ ആയുധമായിട്ട് കണ്ടുപിടിച്ച കാലം തുടങ്ങി, വേട്ടയാടാൻ തുടങ്ങിയ കാലം വന്നു, കാട്ടുതീയിലും മറ്റും ചത്തുവീണ മൃഗങ്ങളുടെ ഇറച്ചിക്ക് രുചിയുണ്ടെന്ന് കണ്ടുപിടിച്ച ഒരു കാലം വന്നു. അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്കതിനെ പിന്നോട്ട് നോക്കി കാണാൻ സാധിക്കും. അമ്മമാരിൽ നിന്ന് അമ്മൂമ്മമാരിൽ നിന്ന് തൻ്റെ കുടുംബത്തിലുള്ള കുഞ്ഞു കുട്ടികളെ മറ്റംഗങ്ങളെയെല്ലാം അസുഖബാധകളിൽ സഹായിച്ചിരുന്ന ആ ഒരു കാലത്തു നിന്ന് മാറി മറ്റുള്ളവരെ ചികിത്സിക്കുന്ന പരമ്പരാഗത ചികിത്സകരുണ്ടാകുന്നത്, അതിൽ തന്നെ മെഡിസിൻ മാൻ എന്നറിയപ്പെടുന്ന മരുന്നുകൾ നൽകുന്നവരുണ്ടാകുന്നത്, ചരകൻ്റെയും ശുശ്രുതൻ്റെയും എല്ലാം കാലത്ത് കുറെ കൂടെ അതിന് വേറൊരു രൂപം വരുന്നത്, അതൊരു വേദമായി, ശാസ്ത്രമായി, ആയുർവേദമായി രൂപം പ്രാപിക്കുന്നത്, ശസ്ത്രക്രിയകൾ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ ദയനീയാവസ്ഥകളിൽ കീറി ചില അവയവങ്ങളെ എടുത്തു മാറ്റി അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്, പിന്നെയും അവിടെ നിന്ന് വളർന്ന് പലതരം പച്ചില മരുന്നുകളെയും കൂട്ടിച്ചേർത്ത് കാച്ചിക്കുറുക്കി വേറെ പലതും ചേർത്ത് എണ്ണകളും കുഴമ്പുകളും ആസവങ്ങളും അരിഷ്ടങ്ങളുമൊക്കെയായി കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നത്, പരിഹാരങ്ങളുടെ കച്ചവടം. ആ പച്ചില മരുന്നുകളുടെ പ്രയോഗം പിന്നീട് രാസക്കൂട്ടുകളുടെ പ്രയോഗങ്ങളായി മാറുന്നത്, അതും കച്ചവടമായി മാറുന്നത്. അങ്ങനെ അങ്ങ് വന്ന് റോക്ക്ഫെല്ലർ എന്ന പെട്രോകെമിക്കൽ ബിസിനസ്സുകാരൻ തൻ്റെ പെട്രോളിയം ബൈ പ്രൊഡക്റ്റുകൾക്ക്, പെട്രോളിയം വേസ്റ്റുകൾക്ക് ഈ മരുന്നിൻ്റെ മാർക്കറ്റ് കണ്ടുപിടിക്കുന്നതും ഇതിലേക്ക് പണമങ്ങ് ചൊരിഞ്ഞ് ഇതിനൊരു സാഹിത്യമുണ്ടാക്കിയെടുക്കുന്നതും, വലിയ ആഡംബരങ്ങളോടെ ഉന്നത കുലജാതരെ മാത്രം തിരഞ്ഞെടുത്ത്
ചികിത്സകരാക്കി സാധാരണക്കാരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ വേഷവിധാനങ്ങളെല്ലാം ധരിപ്പിച്ച് അധികാരത്തിൻ്റെ ചില ചിഹ്നങ്ങളായ സ്റ്റെത്തെല്ലാം നൽകി വളരെ വ്യത്യസ്തരാക്കി അതിനക്കാലത്തെ പള്ളിയുടെ, ഇക്കാലത്തെയും മതമേധാവികളുടെ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് സമാധാന കാലങ്ങളിൽ മതമേധാവികൾക്കും രോഗകാലങ്ങളിൽ ഡോക്ടർമാർക്കുമാണ് എന്ന് നന്നായിട്ട് റോക്ക്ഫെല്ലർക്ക് അറിയാം. അങ്ങനെയാണ് റോക്ക്ഫെല്ലർ ലോകത്ത് മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കാനും ചൈനയിൽ റോക്ക്ഫെല്ലർ സ്ഥാപിച്ച ചൈനീസ് മെഡിക്കൽ ബോർഡ് ഏഷ്യൻ രാജ്യങ്ങളിൽ 24 മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾക്കാണ് രൂപം കൊടുത്തത്. ലോകത്തെ ആദ്യത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി റോക്ക്ഫെല്ലർ യൂണിവേഴ്സിറ്റി, അങ്ങനെ തുടങ്ങി 10-75 യൂണിവേഴ്സിറ്റികൾക്ക് പണം കൊടുത്ത് നടത്തിക്കൊണ്ടുപോകുന്നു. റിസർച്ചുകൾക്കുള്ള ഫണ്ട് വേറെയാണ്. അങ്ങനെയാണ് നമ്മൾ ഏതാണ്ട് ഇവിടെ എത്തി നിൽക്കുന്നത്. ഇതിനിടയിൽ ലോകാരോഗ്യ സംഘടനയുടെ രൂപീകരണവും അവർ തീരുമാനിക്കുന്ന രീതിയിലുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ ഓരോ രാജ്യത്തും അതിന് ആ രാജ്യം നൽകേണ്ട ഫണ്ട് ബജറ്റിൽ എത്രയായിരിക്കണം എന്നെല്ലാം ഉപദേശം കൊടുക്കുന്ന ആളുകളെല്ലാം ലോകത്തുണ്ട്. ലോകാരോഗ്യ സംഘടനയ്ക്ക് അവരുടെ പല പദ്ധതികളും, ആദ്യം റോക്ക്ഫെല്ലർ പകർച്ചവ്യാധികളുടെ നിർമ്മാർജ്ജനത്തിനുള്ള ഫണ്ടുകൾ രാജ്യങ്ങൾക്ക് കൊടുത്ത് നേരിട്ടാണ് ആരോഗ്യ വകുപ്പുകളെ കൊണ്ട് മലമ്പനി നിർമ്മാർജ്ജന യജ്ഞങ്ങൾ പോലുള്ള യജ്ഞങ്ങളെല്ലാം ചെയ്യിപ്പിച്ചിരുന്നതെങ്കിൽ വലിയ താമസമില്ലാതെ റോക്ക്ഫെല്ലർ അത് ആ രാജ്യങ്ങളെ, ലോകാരോഗ്യ സംഘടന വന്നു കഴിഞ്ഞപ്പോൾ അവരെ ഏൽപ്പിച്ചു. രാജ്യങ്ങളുടെ എല്ലാം ഫണ്ടുകൾ വാങ്ങി ഈ പദ്ധതി ഗംഭീരമായി സർക്കാരുകളെ കൊണ്ട് ജനങ്ങൾക്ക് മേൽ നടത്തിക്കാൻ തുടങ്ങി. റോക്ക്ഫെല്ലർ അപ്പോഴേക്കും തൻ്റെ കാശിനി ഇപ്പോൾ അതിന് ചെലവാക്കേണ്ട ആവശ്യമില്ല, രാജ്യങ്ങൾ പൊതുഖജനാവിൽ നിന്ന് ചെയ്തുകൊള്ളുമെന്നായപ്പോൾ PHC സെൻ്ററുകൾ അതുപോലുള്ള കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നുള്ളൊരു ഭാഗത്തേക്ക് വരികയും സൗജന്യമായി തന്നെ മരുന്നുകൾ പൊതുഖജനാവിൽ നിന്ന് കൊടുപ്പിക്കാൻ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ നിരവധി തരത്തിലുള്ള പദ്ധതികൾ ലോകാരോഗ്യ സംഘടനയെ കൊണ്ട് നടപ്പാക്കുകയും ചെയ്തു പോന്നു. അതിനിടയിൽ കൂണുകൾ പോലെ മുളച്ചു വന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, മരുന്നുണ്ടാക്കുന്ന കമ്പനികൾ, കീടനാശിനികൾ ഉണ്ടാക്കുന്ന കെമിക്കലുകൾ ഉപയോഗിച്ച് അത് നേർപ്പിച്ചൊക്കെ എടുത്ത് എലിവിഷമായി 1948 കണ്ടുപിടിച്ച റോഡന്റ് പോയിസൺ, എലിവിഷം, വർഫാരിനെല്ലാം എടുത്ത് പിന്നെയും നേർപ്പിച്ചും ചില കൃത്രിമത്വങ്ങൾ കാണിച്ചും രക്തം കട്ട പിടിക്കുന്നത് തടയാനുള്ള, രക്തം നേർപ്പിക്കുന്നതിനുള്ള അത്ഭുത സാമഗ്രികളായും ഒക്കെ പലതരത്തിൽ പലതരം കെമിക്കലുകൾ ഒക്കെ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ പ്രയോഗിക്കാമെന്നുള്ള പരീക്ഷണങ്ങൾ നടത്തി രാജ്യങ്ങൾ നടത്തുന്ന രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെയും എലിപ്പനി, ഡെങ്കിപ്പനി, ഡോങ്കിപ്പനി എന്നെല്ലാം പറഞ്ഞ ആളുകളെ പേടിപ്പിച്ച് മനുഷ്യരെ കൊണ്ട് കഴിപ്പിക്കുന്ന ഡോക്സിസൈക്ലിൻ പോലുള്ള പാഷാണങ്ങൾ ഉണ്ടാക്കിയും മാസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാക്സിനുകൾ, മാസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻ ഇതെല്ലാമായി അതോടൊപ്പം മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും മരുന്നുവൽക്കരിച്ചു. മെഡിക്കലൈസേഷൻ ഓഫ് ലൈഫ്. ഉണരണമെങ്കിൽ മരുന്ന്, ഉഷാറുണ്ടാകണമെങ്കിൽ മരുന്ന്, വായയിൽ അണുക്കളെ കൊല്ലാൻ കഴിയുന്ന ടൂത്ത് പേസ്റ്റ് എന്ന മരുന്ന്, ദേഹം മുഴുവൻ സോപ്പ് എന്ന് പറയുന്ന മറ്റൊരു മരുന്ന്, അണുക്കളെ കൊല്ലണം, വിശക്കാൻ മരുന്ന്, കഴിച്ച ഭക്ഷണം ദഹിക്കാൻ മരുന്ന്, ദഹിച്ചു കഴിഞ്ഞ ഭക്ഷണം വയറ്റിൽ നിന്ന് പോകാൻ അതിന് വേറെ മരുന്ന്, കണ്ണിൻ്റെ ആരോഗ്യത്തിന്, മൂക്കിൻ്റെ ആരോഗ്യത്തിന്, പല്ലിൻ്റെ ആരോഗ്യത്തിന്, തൊണ്ടയുടെ ആരോഗ്യത്തിന്, തൊണ്ടയിലിരിക്കുന്ന തൈറോയിഡിൻ്റെ ആരോഗ്യത്തിന്, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന്, കരളിൻ്റെ, കുടലിൻ്റെ, ഇങ്ങനെയെല്ലാം ശരീരത്തിൽ ഏതെല്ലാം അവയവങ്ങളുണ്ടോ
ഓരോ അവയവത്തിനും 10-20 തരത്തിലുള്ള രോഗങ്ങളെല്ലാം ഉണ്ടാക്കി അതിന് വേറെ വേറെ മരുന്നുകൾ വെച്ച് പുതിയ പുതിയ രോഗങ്ങളെ ഉണ്ടാക്കി ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ അരങ്ങ് വാഴാൻ തുടങ്ങിയതോടെ പുതിയ പുതിയ രോഗങ്ങളാണ് മനുഷ്യരാശിക്ക് കിട്ടിയത്. ആ രോഗങ്ങൾക്കെല്ലാം വാക്സിനുകളും മരുന്നുകളും ഇറക്കി പുതിയ രോഗത്തിന് പഴയ മരുന്നുകൾ തന്നെയൊക്കെ നൽകി. ആരാ ചോദിക്കാനുള്ളത്? ശാസ്ത്രമാണ്. നിപ്പയ്ക്ക് കൊടുക്കുന്ന മരുന്നെന്താണ്? കുറേ നാളേക്ക് കൊടുത്ത മരുന്നെന്താണ്? ഒരു മരുന്നും പുതുതായിട്ട് അതിനു വേണ്ടി ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. പുതിയ രോഗത്തിനും പഴയ മരുന്ന് തന്നെ പറ്റും. സൂററ്റിൽ പ്ലേഗ് വന്നപ്പോൾ അത് തട്ടിപ്പായിരുന്നു എന്ന് അന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് കേന്ദ്ര സർക്കാരിൻ്റെ വകുപ്പും കണ്ടുപിടിച്ചു. സൂററ്റിൽ പ്ലേഗ് വന്നപ്പോൾ 8.5 ലക്ഷം ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞ ആൻറ്റിബയോട്ടിക് മരുന്ന് സ്റ്റോക്ക് ഉണ്ടായിരുന്നു എന്നാണ്. എങ്ങനെയാണ് സമാധാന കാലത്ത് ഇത്രയേറെ ടെട്രാസൈക്ലിൻ സ്റ്റോക്കിരുന്നത് എന്നുള്ള ചോദ്യം അന്ന് ചിലരെങ്കിലും ചോദിക്കുകയുണ്ടായി. രോഗമാണോ ആദ്യം വരുന്നത്, രോഗത്തിനുള്ള മരുന്നാണോ ആദ്യം ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിന് മാൻഹട്ടനിലെ, ഞാനതിനെ മാൻ തട്ടലിലെ എന്ന് പറയും, നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഡിസീസ് ഡിസൈനേഴ്സ് കമ്പനികൾ എന്ന് പറയും, സർ ഞങ്ങൾക്കൊരു പുതിയ സെൽ റെസ്പോൺസ് ഞങ്ങളുടെ ലാബിലെ ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അതിന് പറ്റിയ മരുന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിനെല്ലാം കൂടി പറ്റിയ ഒരു രോഗമാക്കി ഇതിനെ ഇങ്ങോട്ട് തരണം. വളരെ എളുപ്പമാണ്. അത് എനിക്കും ചെയ്യാൻ പറ്റും. നിങ്ങളാരെങ്കിലും എനിക്കൊരു 10 കോടി തരികയാണെങ്കിൽ പുതിയ പല രോഗങ്ങളെയും ഞാൻ ചറപറ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് തരാം. ഞാൻ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറുടെ ചെവിയിൽ ചെന്ന് പറയുന്നു, സർ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഇന്ന് സാറിൻ്റെ ആശുപത്രിയിൽ 4 പേര് മരിച്ചിട്ടില്ലേ? അവരുടെ ശവങ്ങൾ മോർച്ചറിയിലുണ്ട്. സർ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് സാറൊരു മെസ്സേജ് അയക്കണം. ഈ മരിച്ച ആളുകൾ മരിക്കുന്നതിന് മുമ്പ് പച്ചവെള്ളം കുടിച്ചവരാണ്. കുടിവെള്ളപ്പനിയെയാണ് ഞാൻ സംശയിക്കുന്നത്. ഒരു മെസ്സേജ് കൊടുക്കണം സർ, ഞാൻ സാറിനൊരു 10 ലക്ഷം രൂപ തരാം. 1000 രൂപ കയ്യിൽ കിട്ടാതെ റോഡപകടത്തിൽ പരിക്കേറ്റ് ചോര വാർന്ന് കിടക്കുന്നവനെ തൊടില്ല എന്ന് ശഠിക്കുന്ന ഡോക്ടർമാർ നമ്മുടെ നാട്ടിലുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിനെ പോലെ, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജയകുമാറിനെ പോലുള്ള ഡോക്ടർമാർ ക്ഷമിക്കണം, അവരൊക്കെ വളരെ വളരെ അപൂർവങ്ങളാണ്. അവരുടെ മുന്നിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് പറയട്ടെ, ഇങ്ങനെയുള്ള ധാരാളം ഡോക്ടർമാർ നമുക്കുണ്ട്. അപ്പോൾ അതിനൊരു ഡോക്ടറെയാണ് ഞാൻ കണ്ടുപിടിച്ച് 10 ലക്ഷം രൂപ ഓഫർ ചെയ്തത്. ഡോക്ടർക്ക് വിശ്വസിക്കാനായില്ല. ഈ ഇരുന്നിടത്തുനിന്ന് അങ്ങനെ ഒന്ന് ചാടി ഈ നിസ്സാരമായൊരു കാര്യം ചെയ്യുന്നതിന് 10 ലക്ഷം രൂപ തരാമെന്നോ? ഉടനെ തന്നെ ഡോക്ടർ മെസ്സേജ്. ഞാൻ 2 പത്രക്കാരെ വിളിച്ചു. അറിഞ്ഞോ, നമ്മുടെ ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിൽ പുതിയൊരു പനി കണ്ടുപിടിച്ചിട്ടുണ്ട്, കുടിവെള്ളപ്പനി. 4 പേരാണ് മരിച്ചു കിടക്കുന്നത്. പത്രക്കാരെ അങ്ങനെ ഇങ്ങനെയൊന്നും വിശ്വസിക്കില്ല. തെളിവ് വല്ലതും ഉണ്ടോ? ഉണ്ടല്ലോ. മെഡിക്കൽ ഡയറക്ടർക്ക് മെസ്സേജ് പോയിട്ടുണ്ട്. ഉടനെ പത്രക്കാരൻ, അപ്പോൾ ഞാനും പത്രത്തിലൊക്കെ കുറച്ച് ചെറിയ ജോലിയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. വാർത്തയുടെ തുമ്പ് കിട്ടിയാൽ പിന്നെ വേറെ ആരെക്കാളും മുമ്പ് നമുക്കത് ചെയ്യണം. ചാനലുകൾ വന്നപ്പോൾ പറയുകയും വേണ്ട. ഉടനെ തന്നെ മെഡിക്കൽ ഡയറക്ടറെ വിളിക്കുന്നു. സാർ ഇങ്ങനൊരു വാർത്ത, ഞാനൊരു മെഡിക്കൽ ടീമിനെ, ഉന്നതതല സംഘത്തെ അയച്ചിട്ടുണ്ട്. പിന്നെ കഥ പറയണോ? മെഡിക്കൽ സംഘം കാറിന് വന്നിറങ്ങുന്നതും പിന്നെ മോർച്ചറിയിലേക്ക് കടക്കുന്നതും മരിച്ചു കിടക്കുന്ന ശവങ്ങളെ തുറച്ചു നോക്കുന്നതും
ഒക്കെയായി പരിഭ്രമജനകമായ വാർത്ത വരികയാണ്. സ്ക്രോളിംഗ് ആണ്. ഞെട്ടിപ്പിക്കുന്ന വാർത്ത. പുതിയ പനി വരുന്നു, കുടിവെള്ളപ്പനി. ഈ മരിച്ചു കിടക്കുന്നവരുടെ ചിത്രങ്ങളൊക്കെ കാണിച്ചിട്ട് വാർത്തയിൽ പറയും, ഇങ്ങനെ സംശയം തോന്നിയ ഡോക്ടർ മെഡിക്കൽ ഡയറക്ടറെ അറിയിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു സംഘത്തെ ഉടനെ തന്നെ അയച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ പരിഭ്രാന്തരാകരുത് എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ചിത്രം അദ്ദേഹത്തെ കാണിക്കുന്നു. അദ്ദേഹം പറയുന്നു, 15 മിനിറ്റെങ്കിലും തിളപ്പിച്ച് രോഗാണുക്കൾ മുഴുവൻ ചത്തു എന്നുറപ്പാക്കിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. കണ്ണി കണ്ട വെള്ളമൊന്നും കുടിക്കരുത്. ഹോട്ടലുകളും ജ്യൂസ് ബാറുകളും കുപ്പിവെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ. കുപ്പിവെള്ളത്തിലെ 3-3.5 ലക്ഷത്തോളം വരുന്ന പ്ലാസ്റ്റിക് കണങ്ങളെല്ലാം ആളുകളുടെ ഉള്ളിൽ ചെല്ലണം. ആരോഗ്യത്തിന് നല്ലതാണ്. എൻ്റെ റോള് കഴിഞ്ഞു, ഞാൻ വേഗം ശ്രീലങ്കയ്ക്ക് പോവും. അവിടെയും ചെയ്യും ഈ നാടകം. അവിടുത്തെ പത്രത്തിലും വാർത്ത വരുത്തും. നേരെ ബംഗ്ലാദേശിൽ പോകും, അവിടെയും ഈ ഡ്രാമ നടത്തും. അതോടെ കുടിവെള്ളപ്പനി പടരുന്നു. ശ്രീലങ്കയിൽ 8 മരണം. കോവിഡിൻ്റെ സമയത്ത് ഇറ്റലിയിലെ വഴിവക്കിൽ ആളുകൾ വീണു മരിക്കുന്നു. ഒരു എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ നിന്നിറങ്ങിയ മനുഷ്യർ കിടന്ന് പെടയുന്നു. ആരോഗ്യ പ്രവർത്തകർ ഓടി വന്നെടുക്കുന്നു. അന്നും ഞാൻ പറഞ്ഞു, ഇതേത് എയർപോർട്ടിൽ എന്തുകൊണ്ട് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ വീണില്ല? എന്തുകൊണ്ട് ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെ ടി വികൾക്ക് കാണാവുന്ന രീതിയിൽ വീണു? അതിനുശേഷം വേറൊരിടത്തും അങ്ങനെ കണ്ടുമില്ല. എന്തെല്ലാം നാടകങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു നാടകം ഞാനും നടത്തും. ലോകാരോഗ്യ സംഘടന ഇടപെടുന്നു. അമേരിക്കൻ ഗവൺമെൻറ് തങ്ങളുടെ പൗരന്മാരോട് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോകരുത്, ടൂറിസ്റ്റുകൾ പോകരുത്, ഉള്ളവർ തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെട്ടു. ലോകാരോഗ്യ സംഘടനയുടെ തലവൻ പറയുന്നു, ഏഷ്യൻ രാജ്യങ്ങൾ കുറെ കൂടെ വൃത്തി പഠിക്കണം. ചുമ്മാ മണ്ണിൽ കുഴിയെടുത്ത് കുളമെന്ന് പറഞ്ഞും കിണറെന്ന് വിളിച്ചും കണ്ണി കണ്ട വെള്ളമൊന്നും കുടിക്കരുത്. കുളത്തിൻ്റെ മീതെ കൂടെ കാക്ക പറന്നപ്പോൾ കാട്ടിച്ചിട്ടുണ്ടാവില്ലേ? കുളത്തിലെ വെള്ളം നായ പോയി നക്കിയിട്ടുണ്ടാവില്ലേ? ഇങ്ങനെയുള്ള വെള്ളമൊക്കെ കുടിക്കാവോ? അങ്ങനെ ഒരു പ്രഭാഷണം ഏഷ്യക്കാരൻ്റെ മെക്കിട്ട് കയറാനായിട്ട് അയാളും നടത്തും. ഇതൊക്കെ വാർത്തയായിട്ട് വരും. പച്ചവെള്ളം കുടിച്ചവരൊക്കെ പരിഭ്രാന്തരാകും. ചെറിയ ചൂട് തോന്നുമ്പോൾ തന്നെ ഇത് പനിയാണോ, കുടിവെള്ള പനിയാണോ, ഞാൻ ചത്തുപോകുമോ? അയ്യോ എൻ്റെ കൊച്ചിന് ചൂട് പനി തോളത്തിട്ടുണ്ട്, ആശുപത്രിയിലേക്ക് ഓടും. പേടിച്ചാൽ പിടിക്കുന്നതാണ് പനി. പണ്ട് സ്കൂളിൽ പോകാൻ മടി കാണിച്ചിട്ട് ഉള്ളി എടുത്ത് കക്ഷത്ത് വെക്കും, അപ്പോൾ ചൂട് കൂടും, പനി പിടിക്കും. പനിയൊന്നുമല്ല. പനി ഉണ്ടാവാനായിട്ട് പച്ചവെള്ളം, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരുന്നാൽ തന്നെ പനി വരും. നിരവധി കാരണങ്ങളുണ്ട് പനി വരാൻ. പേടിച്ചാൽ മതി. തീർന്നില്ലേ? ആശുപത്രികളിൽ പനി രോഗികൾ നിറയുന്നു. കുടിവെള്ളപ്പനി വ്യാപകം. ഇനിയാണ് അതിൻ്റെ ഗുണകാംക്ഷികൾ, പ്രയോജകർ രംഗത്തിറങ്ങുന്നത്. ടി വിയിൽ വലിയ പരസ്യം, പരിശുദ്ധമായ കുപ്പിവെള്ളം, ഞങ്ങളുടെ കുപ്പിവെള്ളം, കണ്ണി കണ്ട വെള്ളം കുടിച്ച് രോഗികളാകരുത്. നിങ്ങളുടെ പൊന്നോമന മക്കൾക്ക് ഉറപ്പില്ലാത്ത വെള്ളം നിങ്ങൾ കൊടുക്കുമോ? സുന്ദരിയായൊരു യുവതി കുടവുമായി അവൾ വെള്ളമെടുക്കാൻ പോവുകയാണ്. ഒരരുവിയിൽ നിന്ന് അവൾ വെള്ളമെടുക്കുന്നു. തിരിച്ചു വന്ന് ഒരു ഗ്ലാസ് എടുത്ത് തൻ്റെ പൊന്നോമന കുഞ്ഞിന് കൊടുക്കാൻ പോകുമ്പോൾ ഭൂതം പ്രത്യക്ഷപ്പെടുകയാണ്. അരുത് അമ്മേ, പ്രാണന തുല്യം സ്നേഹിക്കുന്ന നിന്റെ അരുമ കുഞ്ഞിന് നീ വെള്ളമാണോ കൊടുക്കുന്നത്? അമ്മ പറഞ്ഞു, ഭൂതമേ, ഞാൻ എത്രയോ കാലമായി ഈ വെള്ളമാണ് കുടിക്കുന്നതും കൊടുക്കുന്നതും. ഒരു കുഴപ്പമില്ലെന്നോ? എൻ്റെ കൂടെ വരൂ, ഞാൻ കാണിച്ചു തരാം. ഭൂതം അമ്മയെയും കൊണ്ട് വെള്ളമെടുത്ത അരുവിയുടെ ഭാഗത്തേക്ക് ചെല്ലുകയാണ്. അതിൻ്റെ അല്പം മുകളിലായി ഭൂതം കാണിച്ചു കൊടുക്കുന്നു. അവിടെ ഏതോ ഒരു ജീവിയുടെ ജഡം
വെള്ളത്തിൽ ചീഞ്ഞളിഞ്ഞ് അതിലൂടെ ഭൂതമൊരു മാഗ്നിഫയിങ് ഗ്ലാസ് എടുത്ത് ആ വെള്ളത്തിൻ്റെ മീതെ വെച്ചപ്പോൾ വെള്ളത്തിലിങ്ങനെ കീടാണുക്കൾ കിടന്ന് പൊളയ്ക്കുകയാണ്. ഈ വെള്ളമാണോ നീ നിന്റെ കുഞ്ഞിന് കൊടുക്കുന്നത്? ആകെ പരിഭ്രാന്തയായ അമ്മ പറയുന്നു, എൻ്റെ പൊന്നു ഭൂതമേ, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? ഉടനെ കുടിവെള്ളക്കുപ്പിയുമായി നമ്മുടെ കമ്പനിയുടെ പ്രയോജകരായ കമ്പനിയുടെ കുടിവെള്ളക്കുപ്പികളുമായി അതീവ സുന്ദരികളായ ലലനാമണികൾ ഇങ്ങനെ നൃത്തം ചെയ്ത് പരിശുദ്ധമായ വെള്ളം, പൂർണ്ണമായി ശുദ്ധീകരിച്ച വെള്ളം, അണുക്കളേ ഇല്ലാത്ത വെള്ളം, വെള്ളമേ ഇല്ലാത്ത വെള്ളം, ഇഹലോകത്തും പരലോകത്തും ഒരു ഗുണവും ചെയ്യാത്ത വെള്ളം പാട്ടുപാടി നൃത്തം ചെയ്യുമ്പോൾ അമ്മ അതിലൊന്ന് കാശ് കൊടുത്ത് മേടിക്കുകയാണ്. കുഞ്ഞിന് പിന്നെ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വീട്ടുഭക്ഷണപ്പനി വേണോ? ഇപ്പൊ നമ്മുടെ വീടുകളിൽ ഉണ്ടായിട്ടുള്ള പനി വീട്ടുഭക്ഷണപ്പനിയാണ്. ഹോം സയൻസ് കോളേജിൽ നിന്ന് ഫുഡ് സയൻസിൽ ഡിഗ്രി എടുക്കാത്ത നാട്ടമ്മമാർ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ എങ്ങനെ ശരിയാവണത്? ആരോഗ്യകരമാകുമോ? അണുനാശിനികൾ പ്രയോഗിക്കാതെ, അണുവിനെ കൊല്ലാതെ ഉണ്ടാക്കിയ ഭക്ഷണം, ശാസ്ത്രീയമായി തയ്യാറാക്കാത്ത ഭക്ഷണം, വ്യാജ അമ്മമാരുണ്ടാക്കിയ ഭക്ഷണം, ആ ഭക്ഷണം കഴിച്ച് ആളുകൾ മരിക്കുകയാണ്. വീട്ടുഭക്ഷണപ്പനി. സർക്കാർ ഇടപെടും. ഡിഗ്രി ഇല്ലാത്തവരാരും ഭക്ഷണം ഉണ്ടാക്കരുത്. ഇപ്പോൾ ഹോട്ടലുകളെല്ലാം ഏതാണ്ട് അത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന അമ്മമാർ ഭക്ഷണ സാധനങ്ങളെല്ലാം അണുവിമുക്തമാക്കണം. അമ്മയുടെ കൈകാലുകളും വായെല്ലാം കെട്ടി മൂടിയിട്ടേ ആ ഭക്ഷണം ഉണ്ടാക്കും. വായെന്ന് അണുക്കൾ അങ്ങോട്ട് ചാടും. അമ്മയുടെ കൈ തൊട്ട് കഴിഞ്ഞാൽ പറയുകയും വേണ്ട. ആരോഗ്യവകുപ്പ് സകല വീടുകളിലും CC ക്യാമറ വെക്കും. അമ്മമാർ അടുക്കളകളിൽ വായക്കോണ്ടം കെട്ടാതെ, കൈക്കോണ്ടമില്ലാതെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യും. അമ്മമാർക്ക് ജയിൽ ശിക്ഷ, പിള്ളേർക്ക് തടവ് ശിക്ഷ. സർക്കാർ തീരുമാനിക്കുന്ന സ്ഥലങ്ങളിൽ പിള്ളേരിട്ട് തീറ്റ കൊടുക്കും. സർക്കാർ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. പരിശുദ്ധമായ ഭക്ഷണം. രോഗം വരാതെ മനുഷ്യരെ രക്ഷിക്കണ്ടേ? അത് സർക്കാരിൻ്റെ ബാധ്യതയല്ലേ? ഇനിയും നിങ്ങൾക്ക് ഏത് പുതിയ രോഗമാണ് ഞാൻ ഉണ്ടാക്കി തരേണ്ടത്? നിങ്ങളുടെ വ്യവസായ താല്പര്യത്തിന് ഗുണം ചെയ്യുന്ന തരത്തിലുള്ള രോഗങ്ങൾ ഞാൻ ഏത് വേണമെങ്കിലും ഉണ്ടാക്കി തരാം. 10 അലോപ്പതി ഡോക്ടർമാരെ വില കൊടുത്ത് ഞാൻ വാങ്ങിയാൽ മതിയല്ലോ 10 രാജ്യത്തായിട്ട്. ഇത്തരത്തിലല്ലേ കപ്പ എന്നൊരു രോഗം കോഴിക്കോട് പേരാമ്പ്രയിൽ നിന്നുണ്ടായത്. പിന്നെ കപ്പ പടർന്നു പിടിക്കുന്നതും. ആദ്യം കപ്പയ്ക്ക് ചികിത്സിച്ച ഡോക്ടർക്കൊന്നും പറ്റിയില്ല, അവിടെയുള്ളവർക്കും. പക്ഷെ അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് വന്നു കഴിഞ്ഞിട്ട് അപ്പോഴും കപ്പയ്ക്ക് ചികിത്സിച്ച ഡോക്ടർക്കൊന്നും പറ്റിയില്ല. അങ്ങേർക്കൊരു സംശയം വരിക, ഇത് കപ്പയാണല്ലോ, കപ്പ അങ്ങേര് ജന്മത്തിൽ കണ്ടിട്ടില്ല, കപ്പയ്ക്ക് ജന്മത്തിൽ ചികിത്സിച്ചിട്ടില്ല, എന്തോ വായിച്ച് കേട്ടിട്ടുണ്ട്, ഇത് കപ്പയാണല്ലോ എന്ന് തോന്നി. അങ്ങനെയാണ് സർക്കാരിൻ്റെ അടുത്തേക്ക് വിട്ടത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കപ്പ പിന്നെ സകലരെയും കടിക്കാൻ തുടങ്ങി, മാന്താൻ തുടങ്ങി, സകലരെയും കയറി പിടിക്കാൻ തുടങ്ങി. പിന്നെയുള്ള ഭൂകമ്പങ്ങളിൽ ഒന്ന് കപ്പയുടെ പേരിൽ എനിക്കൊരു കേസ് കൂടെ വന്നതാ. ഒരു പനിക്ക് പോലും 1-2 ലക്ഷത്തിൻ്റെ ബില്ലെഴുതി വിടാവുന്ന വലിയൊരു കച്ചവട സാധ്യതയാണ് പനിക്കു പട്ടിണി അമ്മൂമ്മ പറഞ്ഞു. അല്ലല്ല പാരാസെറ്റമോൾ അമ്മാവൻ പറഞ്ഞു, ഡോക്ടർ അമ്മാവൻ പറഞ്ഞു. പനി വന്നാൽ ചാകൂലേ അമ്മ വിരണ്ടു, പനി വന്നാൽ ചാകൂലേ അമ്മ വിരണ്ടു, പനി വന്നാൽ ചാകൂല അമ്മൂമ്മ മൊരണ്ടു.
ഈ പാട്ടും പാടി ഞങ്ങൾ വരുന്നത്. എങ്ങനെയാണ് അവരത് സഹിക്കുക? രോഗങ്ങളുടെ പട്ടിക വലുതാക്കി ഓരോ ദിവസവും പുതിയ രോഗങ്ങളെ സമ്മാനിച്ച് അങ്ങനെ മുന്നേറുന്ന മരുന്ന് വ്യവസായത്തിന് ഈ പറയുന്നതെല്ലാം നുണയാണ്, തട്ടിപ്പാണ്, ഒറ്റ രോഗമേ ഉള്ളൂ, അത് അനാരോഗ്യമാണ് എന്ന് പറയുന്ന പ്രകൃതി ചികിത്സകരെ എങ്ങനെ സഹിക്കാനാകും? എന്തെല്ലാം രോഗങ്ങൾ! ഓരോ രോഗത്തിനും ഓരോ തരം ഡോക്ടർമാരാണുള്ളത്. ഹൃദയത്തിന് 4 അറകളുണ്ട്, 4 അറകൾക്ക് 40 തരത്തിലുള്ള ഡോക്ടർമാരുണ്ട്. ചെവിക്കൊരു ഡോക്ടർ, ചെവിയുടെ പുറത്തുള്ള ഭാഗത്തിനൊരു ഡോക്ടർ, താഴെയുള്ളൊരു ഭാഗത്തിന് പ്രത്യേക ഡോക്ടർ, ഉള്ളിലേക്കുള്ള വളയങ്ങൾക്ക് ഓരോരോ ഡോക്ടർമാർ, അതിനിടയിലുള്ള ഭാഗത്തിന് വേറൊരു സ്പെഷ്യലിസ്റ്റ്, ചെവിയുടെ ഉള്ളിലേക്കുള്ള വഴിക്കൊരു സ്പെഷ്യലിസ്റ്റ്, പിന്നെ ഇയർ ഡ്രമ്മിന് വേറൊരു സ്പെഷ്യലിസ്റ്റ്. അങ്ങനെ ഡോക്ടർമാരുടെ പ്രളയമുള്ള MDയും അതിനപ്പുറത്തേക്കും എടുക്കുന്ന ഡോക്ടർമാർ, ഇത്രയും പഠിച്ച് ഇത്രയും ശാസ്ത്രീയമായി നിൽക്കുന്ന ഡോക്ടർമാരൊക്കെ ഉണ്ടായിട്ട് ഹൃദയത്തിനും കരളിനും ചെവിക്കും കണ്ണിനും മൂക്കിനും കാൽമുട്ടിനും ആമാശയത്തിനും കുടലിനും പനിക്കും ജലദോഷത്തിനും ആസ്തമയ്ക്കും അലർജിക്കും പ്രഷറിനും പ്രമേഹത്തിനും ത്വക്ക് രോഗത്തിനും ക്യാൻസറിനും എല്ലാം ഒരു പ്രകൃതി ചികിത്സകൻ ചികിത്സിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ പറഞ്ഞ കൊലകൊമ്പൻ ശാസ്ത്ര ഡോക്ടർമാരെല്ലാം ചികിത്സിച്ച് നശിപ്പിച്ചു വിടുന്നവരെയും അതിൽ പലരെയും വെറും ഒരു പ്രകൃതി ചികിത്സകൻ സുഖമാക്കി വിടുകയാണ്. സമൂഹത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന നിരവധി വ്യക്തികൾ, ശാസ്ത്രജ്ഞന്മാരടക്കം, എന്തിന് അലോപ്പതി ഡോക്ടർമാരടക്കമാണ് നേച്ചർ ലൈഫ് TV-യിൽ പ്രകൃതി ചികിത്സയിലൂടെ അവരുടെ രോഗം മാറിയ കഥകൾ പറയുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കയറി നോക്കാമല്ലോ പുറകോട്ട്. എങ്ങനെയാണ് രോഗങ്ങൾ പലതുണ്ട്, 100,000 ഉണ്ട്, പുതിയ അണുക്കൾ, പുതിയ രോഗങ്ങൾ, അതിനുള്ള പുതിയ വാക്സിനുകൾ, മരുന്നുകൾ എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ സർക്കാരിനെ അടിമയാക്കി, അടിമകളെ കൊണ്ട് ജനങ്ങളെ കൂടുതൽ അടിമകളാക്കി, മരുന്ന് തീറ്റിപ്പിക്കുന്ന, വാക്സിനുകൾ അടിച്ചേൽപ്പിക്കുന്ന, പൊതുഖജനാവിലെ പണം മുഴുവൻ തട്ടിയെടുത്തു കൊണ്ടുപോകുന്ന ഈ ഒരു കച്ചവടക്കൂട്ടത്തിന് മുന്നിൽ എങ്ങനെയാണ് ഞങ്ങൾ പ്രകൃതി ചികിത്സകർ? അത് ഞങ്ങളുടെ കഴിവല്ല, ഈ പ്രകൃതിയുടെ സത്യമതാണ്. രോഗം ഒന്നേ ഉള്ളൂ, അത് അനാരോഗ്യമാണ്. നിങ്ങളുടെ അനാരോഗ്യം മാറ്റിയെടുക്കും മനുഷ്യരെ. നിങ്ങൾ ഈ പറയുന്ന ചികിത്സിക്കാൻ കൊണ്ട് നടക്കുന്ന രോഗമെല്ലാം തനിയേ മാറിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഭയങ്കര പഠനം പഠിച്ചു, ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചു, JNUവിൽ പഠിച്ചു, അവിടെ നിന്ന് കേംബ്രിഡ്ജ് കയറി, പക്ഷെ താഴെ ഇറങ്ങിയവർ വളരെ കുറവാണ്, ബ്രിഡ്ജിൻ്റെ മുകളിൽ തന്നെയാണ്. നിങ്ങൾ പ്രമേഹ രോഗി, ഡോക്ടറെ അടുത്ത് ചെന്ന് ഡോക്ടർ നിങ്ങളുടെ ഷുഗർ പരിശോധിച്ചു. ആ നിമിഷം തുടങ്ങി നിങ്ങൾ തോമസും അല്ല, ഗോപാലനും അല്ല, റഹീമും അല്ല, നിങ്ങൾ പേഷ്യൻ്റാണ്. അതേതായാലും നന്നായി, നിങ്ങളുടെ ഈ മതപരമായ വിഭാഗീയതയെല്ലാം മാറി കിട്ടിയല്ലോ. നിങ്ങൾ പേഷ്യൻ്റാണ്. പേഷ്യൻ്റിന് ഒറ്റ ജാതിയേ ഉള്ളൂ. എന്ത് ജാതി? കാശ് ബില്ലടക്കുന്ന ജാതി. ബില്ലടക്കുക. ഡോക്ടറെ നിങ്ങൾ കണ്ടു, ഡോക്ടർ നിങ്ങൾക്ക് ഉറപ്പ് തന്നു, ശാസ്ത്രീയമായി ഉറപ്പ് തന്നു. പ്രകൃതി ചികിത്സകൻ ചുമ്മാ ഇങ്ങനെ കറക്കി കുത്തുക നടത്തുന്ന പോലെയൊന്നും അല്ല. ശാസ്ത്രീയമായ പരിശോധനകളിലൂടെ രക്തം പരിശോധിച്ചിട്ടൊക്കെയാണ് കണ്ടുപിടിച്ചത് നിങ്ങൾ പ്രമേഹ രോഗിയാണ്. ഡോക്ടർ നിങ്ങളുടെ ശരീരത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റിയ മരുന്ന് തന്നു. മെറ്റ്ഫോമിൻ, ഗ്ലൈസിഫേജ്, ഗ്ലൈനേസ്, ജാനുമേറ്റ്. ആഹാരത്തിന് മുമ്പും പിമ്പും താണു വണങ്ങി ഭയഭക്തി ബഹുമാനത്തോടെ ശാസ്ത്രാന്ധ വിശ്വാസത്തോടെ നിങ്ങളിത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഷുഗർ കുറയ്ക്കുകയാണ്. എന്നിട്ട് എന്ത് കാര്യം? എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഈ ഷുഗർ കുറയ്ക്കാനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഇഹലോകത്തും പരലോകത്തും വല്ല മെച്ചമുണ്ടോ? അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ? ഡോക്ടർ നിങ്ങൾക്കൊരു ഉറപ്പ് തന്നു, ഗ്യാരണ്ടി തന്നു. എന്ത് ഗ്യാരണ്ടി? നിങ്ങളെ ഞാൻ ഒരിക്കലും സുഖപ്പെടുത്തില്ല. നിങ്ങളെ ഞാൻ ഒരിക്കലും സുഖപ്പെടുത്തില്ല. നിങ്ങളുടെ തല ഞാൻ എൻ്റെ കക്ഷത്ത് വെച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ആയുസ്സിൽ ജീവിതകാലം മുഴുവനും നിന്നെക്കൊണ്ട് ഞാൻ ജീവിക്കും. ഡോക്ടർമാർ തരുന്ന ഉറപ്പിതാണ്, നിന്റെ രോഗം ഞാൻ ഒരിക്കലും മാറ്റത്തില്ല. പ്രമേഹമാണോ? മഹാരോഗമാണ്, മരുന്ന് കഴിച്ചേ തീരൂ. അപ്പോൾ ഡോക്ടറെ പ്രഷറാണെങ്കിലോ? അതും ഞാൻ ഒരിക്കലും മാറ്റിത്തരില്ല. ജീവിതകാലം മുഴുവനുമല്ല, മരിക്കുന്നത് വരെ നീ മരുന്ന് കഴിച്ചാൽ മതി. ഡോക്ടറെ കൊളസ്ട്രോളിൻ്റെ കുഴപ്പമുണ്ട്, മരുന്നൊരിക്കലും നീ മുടക്കാതിരുന്നാൽ മതി, നിന്റെ രോഗം ഒരിക്കലും ഞാൻ മാറ്റിത്തരില്ല. ഡോക്ടറെ ഫാറ്റി ലിവറാണ്. ഫാറ്റി ലിവറാണല്ലേ? ഫാറ്റി ലിവറാണെങ്കിൽ നമുക്ക് നല്ല ചികിത്സയുണ്ട്. ആഹാരത്തിന് മുമ്പും പിമ്പും ഈ ഗുളികകൾ കഴിച്ചുകൊണ്ടേയിരുന്നാൽ മതി. അപ്പോൾ ഡോക്ടറെ ഓസ്റ്റിയോപൊറോസിസ് ആണെങ്കിലോ? കാൽമുട്ടിനൊരു തേയ്മാനമൊക്കെ ഉണ്ട്. ഞാൻ ഒരിക്കലും അത് സുഖപ്പെടുത്താൻ പോകുന്നില്ല. നിനക്ക് വേണമെങ്കിൽ ആടിൻ്റെ മുട്ടെടുത്ത് മാറ്റി വെച്ച് തരാം. അത് കഴിഞ്ഞ് പാത്രത്താറാവ് നടക്കണ പോലെയൊക്കെ നിനക്ക് നടക്കാം. അൾസർ ആണെങ്കിലോ ഡോക്ടറെ? അൾസറേറ്റീവ് കൊളൈറ്റിസ് ആണെങ്കിലോ? ഞാൻ നിന്നെ സുഖപ്പെടുത്തില്ല, ഒരിക്കലും സുഖപ്പെടുത്തില്ല. ഈ ഗുളിക കഴിച്ചുകൊണ്ട് പിന്നെ വേണമെങ്കിൽ ഞാൻ കത്തിക്ക് മുറിച്ച് സൈക്കിൾ ട്യൂബിൻ്റെ പഞ്ചറൊക്കെ ഒട്ടിച്ചിരുന്നത് പോലെയോ, കൂടുതൽ പഞ്ചറായി കഴിഞ്ഞാൽ ട്യൂബ് തന്നെ ചുരുക്കി ഒട്ടിക്കണ പോലെയൊക്കെ ഒട്ടിച്ച് തരാം. ഡോക്ടറെ ഹെർണിയ ആണെങ്കിലോ? അത് നീ പണ്ട് സൈക്കിളിൻ്റെ ട്യൂബ് ടയർ വീക്കായിട്ട് മുഴച്ചു വരുന്നത് കണ്ടിട്ടില്ലേ? സൈക്കിളിന് ടയർ ചെറുപ്പക്കാർ 50 വയസ്സിന് മുകളിലുള്ളവർക്കറിയാം. അവിടെ സൈക്കിൾ ടയറിന് ഹെർണിയ വരും. അപ്പോൾ ആ ട്യൂബിൻ്റെ അകത്ത് വേറൊരു ട്യൂബിൻ്റെ കഷണം അങ്ങ് വെച്ച് തരും. അപ്പോൾ പിന്നെ പുറത്തേക്ക് തള്ളി വരില്ല. അതുപോലെ മെഷിട്ട് തരും. പിന്നെ സൈക്കിൾ ചവിട്ടുമ്പോൾ ആ ഭാഗം വരുമ്പോൾ ഒരു ചാട്ടമുണ്ട്, അടുത്ത ഭാഗം വരും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ, സൂക്ഷിച്ചാൽ മതി, സുഖപ്പെടുത്തി തരില്ല. ഇങ്ങനെയുള്ള ലൊട്ടിലൊടുക്ക് വിദ്യകളും മാജിക് റെമഡികളും ഈ നീരാളിക്കൈകളിൽ നിന്ന് മരുന്ന് വ്യവസായത്തിൻ്റെ, ആശുപത്രികളുടെ, ഡോക്ടർമാരുടെ, മെഡിക്കൽ ഷോപ്പുകളുടെ, ആരോഗ്യ വകുപ്പിലെ ഒക്കെ നീരാളിക്കൈകളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നത്. പ്രകൃതി ജീവനം തിരിച്ചറിഞ്ഞാൽ, പ്രകൃതി ചികിത്സയെ മനസ്സിലാക്കാൻ സാധിച്ചാൽ, അവിടം തുടങ്ങി നിങ്ങൾ രോഗങ്ങളെ പേടിക്കുന്നില്ല. എന്താണ് രോഗമെന്ന് നിങ്ങൾ പഠിക്കും. അതനാരോഗ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതല്പം നീണ്ടുപോയി എന്നറിയാം. രോഗങ്ങളില്ലാതെ ജീവിക്കണമെങ്കിൽ നീണ്ടുപോയത് ഒന്ന് കേൾക്കാനുള്ള സന്മനസ്സും സമയമെങ്കിലും കാണിക്കണ്ടേ? അതിന് പോലും തയ്യാറില്ലാതെ തിരക്ക് പിടിച്ച് നിങ്ങൾ ഓടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ നാട്ടിലെ ICUകളും വെന്റിലേറ്ററുകളും ഉള്ളത്. ഇതിനേക്കാൾ എത്രയോ സമയം നിങ്ങൾ അതിൽ കയറി ഐസ് പോലെ മരവിച്ച് കിടക്കേണ്ടതായി വരും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രകൃതി ചികിത്സ പഠിക്കുക. രോഗങ്ങൾക്ക് പ്രകൃതി ചികിത്സ, ആരോഗ്യമുള്ളപ്പോൾ പ്രകൃതി ജീവനം. മരുന്ന് കച്ചവടത്തിൻ്റെ, മരുന്ന് വ്യവസായത്തിൻ്റെ കെണിയിൽ നിന്ന് നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടണം. സഹായത്തിന് ഞങ്ങളുണ്ട്. നേച്ചർ ലൈഫിൻ്റെ 7 കേന്ദ്രങ്ങളും നിങ്ങൾക്ക് ഉപദേശം തരാനായി തുറന്നിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ ചെല്ലാം, ഉപദേശങ്ങൾ ചോദിക്കാം. നേച്ചർ ലൈഫ് TVയുടെ താഴെ കൂടെ ഞങ്ങളുടെ കേന്ദ്രങ്ങളുടെ പേരും നമ്പറുകളും എല്ലാം എഴുതി വിടുന്നുണ്ട്. നമ്പർ എടുത്ത് വിളിക്കുക, ചെല്ലുക, കാണുക. രോഗങ്ങളില്ലാതെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നേച്ചർ ലൈഫിൻ്റെ 25ാമത്തെ വർഷത്തിൽ രോഗങ്ങളില്ലാത്ത കേരളം നമുക്ക് സാർത്ഥകമാക്കിയെടുക്കാനുള്ള അടിത്തറ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കണം.
നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായും എഴുതണം. നേച്ചർ ലൈഫ് TV ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, കഴിയുന്നത്ര ആളുകൾക്ക് അയച്ചു കൊടുക്കണം. നന്ദി, നമസ്കാരം.